ഓം ശ്രീ മഹാദേവേ നമഃ. പഠിക്കണം വൈരമില്ലേ പുരാണത്തോട് ശക്തിയും ആരെയും ശക്തി പ്രീതിയാൽ ഇത് നിത്യോ നന്മയാർ നേടും ചൊന്നിട്ടെന്ന് വീണ്ടു സാധമായതു കുറയ്ക്കുക പുരാണം വേദസാരം വായിക്കലും കെറ്റിലും പൗരാണികോത്തമൻ സുഖനേമോദി നിറുത്തവേ പൂജിച്ച കടൽ കടക്കാനുള്ളോ ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ജഗദംബികേ ഞാൻ കൊമ്പിടുന്നേ. എല്ലാ യജ്ഞത്തിലും വടക്ക് കിഴക്കോട്ട് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് ഭഗവതി വന്ന് അടച്ചിട്ട് പോകുന്നതാണ് സിസ്റ്റം. അമ്മേ മണിദ്വീപവാസിനി സാദരം കൈക്കൊള്ളുക നാമജപം, കൈക്കൊള്ളുക പട്ടുവസ്ത്രം പീതാംബരമാഭരണാദികളൊക്കെയും അമ്മ മഹാദേവി തന്നങ്ങ് അനുഗ്രഹിക്കണം പരാപരേ. ഗരുഡവാഹിനി ദേവി വായ്പുരവ അമ്മ ആകാശമാർഗത്തിൽ ഗരുഡമാർഗത്തിൽ ഗരുഡന്റെ പുറമേറെ പോകുന്നു എന്നാണ് സങ്കല്പം. അവിടെ തന്നെ അമ്മ ഓ മഹാരൂപേ ഗമിച്ചാലും വേദകരാപരേ വന്നിടണം ഞാൻ വിളിക്കുകയില്ലംബികേ. നീ അല്ലാതാരുമില്ല ഭയമംബികേ. ഗരുഡഗമനമാർഗേ ഗമിക്കണം വിഷ്ണുപ്രിയേ വിഷ്ണുവല്ലഭേ വിഷ്ണുമോഹനേ കശ്യപപുത്രായ ഗരുഡസ്വാമിനേ നമഃ. അംബിക നമ ഗരുഡായ നമ ഗരുഡായ നമ കശ്യപപുത്രായ. അമ്മയെ കൊണ്ടു ചെന്നാക്കണം മണിദീപമണകിടാൻ ദേവി മഹാമായി ചൊല്ലിത്തന്നേ. ദേവി ഭാഗവതം ഉത്തമം ദേവി ഭാഗവതം വേദവ്യാസ വിരചിതം. അംബികേ അമ്മേ കൈകോപ്പുന്നേ വേദപരാപരേ. അംബികേ കൈകോപ്പുന്നേ. ആയുരാരോഗ്യം തന്നനുഗ്രഹിക്കണമായി സ്വമേകണം അംബികേ. ആധിവ്യാധികളൊഴിയണം, ഭൂതപ്രേത പിശാചബാധകളൊഴിയണം. ആയുരാരോഗ്യം നൽകണം, സത്പുത്രഭാഗ്യവും മേകണം, അവർക്കാരോഗ്യമേകണം, ധനമേകണം, ഐശ്വര്യമേകണം, വിദ്യയേകണം, ജ്ഞാനമേകണം മഹാപ്രഭോ. ആയുരാരോഗ്യ സൗഖ്യം ദത്തപുത്രമിത്രകളത്ര ബന്ധുതാരങ്ങളോടൊത്തു വാഴാൻ അനുഗ്രഹിക്കണം അംബികേ.
ദീർഘമാകല്യം മക്കൾക്കുമേകണം നത്പ്രജയ്ക്കുമേകണം അമ്മേ. ശിവദൂതി ശിവപ്രിയേ വന്നാലും കൈക്കൊണ്ടാലും അംബികേ. ഗരുഡമാർഗത്തിൽ ഗമിപ്പോളെ ഞാനിതാ കുമ്പിടുന്നേ. ക്ഷേത്രത്തിന്റെ മുകളിലുണ്ടാവും ഞാനിതാ കുമ്പിടുന്നേ. ഗരുഡമാർഗത്തിൽ ഗമിപ്പോളെ അംബികേ പരാപരേ വേദരൂപേ ജഗദ്ധാത്രി അംബികേ ഞാൻ കൈകുമ്പിടുന്നേ. പരാപരേ ശബ്ദരൂപേ ജപിക്കുവാനാകണമേ ജന്മം ഭജിപ്പവതിനാവണം ജന്മം അമ്മേ. നിൻ തൃക്കഴത്താരുണ ഞാൻ കുമ്പിടുന്നേ. ദേവീ പരാപരേ മംഗളാദൃഷ്ടാദൃദേവതേ കൈതൊഴ. ദേവീ ഗരുഡഗമന തവ ചരണകമലമിഹ വസതി ലസതു മമ നിത്യം. വസതി ലസതു മമ നിത്യം. മമതാ മമ ഗുരുദേവാ. മമതാ ഗുരുദേവാ. ഗരുഡഗമന തവ ചരണകമലമിഹ വസതി ലസതു മമ നിത്യം. വസതി ലസതു മമ നിത്യം. മമതാ മമ ഗുരുദേവാ. മമതാ മമ ഗുരുദേവാ. ഗുരുദേവാ മമ പാപ മമ ഗുരുദേവാ. മമ ഗുരുദേവാ മമ പാപ മമ ഗുരുദേവാ. മമതാ മമ ഗുരുദേവാ മമ പാപ മമ ഗുരുദേവാ. ഗരുഡഗമന തവ ചരണകമലമിഹ മനസില സദു നിത്യം. മനസില സദു മമ നിത്യം. മമതാ മമ ഗുരുദേവാ. മമ പാപ മമ ഗുരുദേവാ. മമ ഗുരുദേവാ. മമ ഗുരുദേവാ. ഭുജഗ ശയന ഭവ മദന ജനക മമ ജനന ഭയഹാരി. ജനന മരണ ഭയഹാരി. മമതാ മമ ഗുരുദേവാ. മമ പാപ മമ ഗുരുദേവാ. ശംഖചക്രധര ദുഷ്ടദൈത്യഹര സർവലോക ശരണ. സർവലോക ശരണ. മമതാ മമ ഗുരുദേവാ. മമ പാപ മമ ഗുരുദേവാ. മമ മമ ഗുരുദേവാ. അഗണിത ഗുണഗണ ശരണ ശരണ വിദലിത സുരതി കുജാല. വിദലിത സുരതി കുജാല. മമതാ മമ ഗുരുദേവാ. മമ പാപ മമ ഗുരുദേവാ. ഭക്തവശ്യമിഹ ഭൂരി കരുണയ പാഹി ഭാരതീ തീർത്ഥം. പാഹി ഭാരതീ തീർത്ഥം. മമതാ മമ ഗുരുദേവാ. മമ പാപ മമ ഗുരുദേവാ. താപ മമ ഗുരുദേവാ. മമ പാപ മമ ഗുരുദേവാ. താപ മമ ഗുരുദേവാ. സർവ്വതും ഏതൊരു മഹാചൈതന്യമാണെന്ന് അറിഞ്ഞുള്ള ഏറ്റവും പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മണിദ്വീപത്തിലേക്ക് ഭഗവതിയുടെ പോക്കുകളെല്ലാം ഇങ്ങനെയാണ്. എങ്ങനെ ഭഗവതി സാധാരണ ഈ ആരതി തട്ടെടുത്ത് ഉയർത്തുമ്പോൾ ഭഗവതി ആ സമയത്ത് ഒരു 50 കർപ്പൂരമെങ്കിലും ഞാൻ ഒരുമിച്ച് വയ്ക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അണയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വടക്കു കിഴക്കേ ഭാഗത്തേക്ക് 9ാമത്തെ തവണ ആരതിയുടെ തട്ട് ഉയർന്നു കഴിയുമ്പോൾ ഇനി 50 അല്ല 150 കർപ്പൂരം ഒരുമിച്ച് കത്തിച്ചാലും ഭഗവതിയുടെ ഒരു വരവുണ്ട്, ഒരു അടക്കലുണ്ട്. കഴിഞ്ഞു, ഞാൻ പോണു എന്ന് പറയുന്നൊരു ഓരോ യജ്ഞവും അങ്ങനെയാണ്.
കുഞ്ചുറോളയും അങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ യജ്ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇല്ലേ? അങ്ങനെ തന്നെയാണ് ഭഗവതിയുടെ വരവും പോക്കും ഒക്കെ. അതുകൊണ്ടാണ് നാമജപം ഇങ്ങനെ ഞാൻ നിർത്താതെ നമ്മൾ ജപിക്കണം 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 ജപിക്കണം. ഞാൻ വീണ്ടും 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 എടുത്തു പറയുന്നു, നവാഹം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം അല്ല, ഗാനമേള പോലെ ബുക്ക് ചെയ്യാന്നുള്ളൊരു പരിപാടിയല്ല നവാഹം എന്ന് പറയുന്നത്. ക്ഷേത്ര ചൈതന്യത്തിന് വേണ്ടി അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന അനുഷ്ഠാനമാണ് നവാഹം എന്ന് പറയുന്നത്, യജ്ഞം എന്ന് പറയുന്നത്. നാമജപം കൊണ്ടും സങ്കീർത്തനം കൊണ്ടും ഒക്കെ അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന അനുഷ്ഠാനമാണ് നവാഹം എന്ന് പറയുന്നത്, യജ്ഞം എന്ന് പറയുന്നത്. നാമജപം കൊണ്ടും സങ്കീർത്തനം കൊണ്ടും ഒക്കെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. അതൊരു ഈവന്റും അല്ല, അതൊരു പ്രോഗ്രാമും അല്ല. അത് ആ ബോധം എപ്പോഴും ഉണ്ടാവട്ടെ. സാധാരണയായി യജ്ഞത്തിന് മംഗളസഭ എന്ന് പറയുന്ന അവസാനത്തെ ചടങ്ങാണ്. ദക്ഷിണാദേവിയെ കൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മംഗളസഭ എന്ന് പറയും. അപ്പോൾ മംഗളസഭയിൽ ആര് സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയും, യജ്ഞം നടത്തിയ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ 2 വാക്ക് സംസാരിക്കും, യജ്ഞം നടത്തിയ ക്ഷേത്രത്തിൽ നിന്ന്. പിന്നെ മറ്റാരെങ്കിലും യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അവർ സംസാരിക്കും. പിന്നെ ഈ ദക്ഷിണാദേവിയെ കൂടി ഒന്ന് കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനസപൂജയുടെ ഭർത്താവ് ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹവും ഒന്ന് 2 വാക്ക് സംസാരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശരി, സന്തോഷം. വരും, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവർ ഒരു ദക്ഷിണാദേവിയെ കൂടി സമർപ്പിച്ചിട്ട് മംഗളസഭ തുടങ്ങാം. വരും. ഹരി ഓം. ഓം മഹാദേവി നമഃ. ഓം മഹാദേവി നമഃ. കീബോർഡ് വരും. ഓം മഹാദേവി നമഃ. 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 ഓം മഹാദേവി. ചെയ്ത കർമ്മത്തിൻ ഫലം പൂർത്തിയായി കിട്ടണം, ഈശ്വരിക്ക് മംഗളമേകണം ദയാനിധേ. ദക്ഷിണാകർമ്മം വിധിപൂർവം ചെയ്യുന്നേന്നോ ദക്ഷിണാദേവിയേ നമഃ. വാങ്ങിക്കുന്നയാള് പടിഞ്ഞാറോട്ട്, കൊടുക്കുന്നയാള് കിഴക്കോട്ട്. ഓം ദക്ഷിണാദേവിയേ നമഃ. വരൂ. ഓം ദക്ഷിണാദേവി നമഃ. ഓം ദക്ഷിണാദേവി നമഃ. ഓം ദക്ഷിണാദേവി നമഃ. ഓം ദക്ഷിണാദേവി നമഃ. ശരി, സന്തോഷം. ഹരി. തബല. ഓം ദക്ഷിണാദേവി നമഃ. 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 രണ്ടാം പീഠം. ഓം ദക്ഷിണാദേവി നമഃ. ഓം ദക്ഷിണാദേവി നമഃ. ഓം ദക്ഷിണാദേവി നമഃ. ഓം ദക്ഷിണാദേവി നമഃ. രണ്ടാം പീഠം. ഓം ദക്ഷിണാദേവി നമഃ. 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 ഒന്നാം പീഠം. ഓം ദക്ഷിണാദേവി നമഃ. 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 തിരുമേനി. ഓം ദക്ഷിണാദേവി നമഃ. 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 ഓം ദക്ഷിണാദേവി നമഃ.
ഓം ദക്ഷിണാദേവി നമ. ഓം ദക്ഷിണാദേവി നമ. ഓം ദക്ഷിണാദേവി നമ. ദക്ഷിണാദേവിക്കും രണ്ട് വാക്ക് മംഗളസഭയിൽ യജ്ഞം നടത്തിയ വരും. ഓം രണ്ട് വാക്ക് ഏറ്റവും അവസാനത്തെ മംഗളവചനം പോലെ പറയുന്ന യജ്ഞത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു ചടങ്ങുകൾ, യജ്ഞത്തിന് ഔദ്യോഗികമായിട്ട് മറ്റു ചടങ്ങുകളില്ല. ഭഗവതി പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഭദ്രദീപമകത്തേക്ക് എത്തിക്കുക മാത്രമേ ഉള്ളൂ. ഇല്ലേ? ഹരിവും. അമ്മേ നാരായണ. ഓം നമ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർക്കല കുരക്കിണ്ണി കണ്ണങ്കര വലിയ വീട്ടിൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റാണ്. അവിടെ 2023 വർഷം നവരാത്രി സമയത്ത് നവാഹ യജ്ഞം നടത്തിയിരുന്നു. അത് വലിയൊരു കുടുംബക്ഷേത്രമാണത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് പലയിടത്തും ഇദ്ദേഹത്തിൻ്റെ ആചാര്യൻ്റെ നവാഹ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് മാത്രം വരാൻ കഴിഞ്ഞുള്ളൂ. കാരണം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ അവിടെ ഉത്സവമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ മറ്റന്നാളുമായിട്ട് ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും ഞാൻ തന്നെയാണ് അതെല്ലാം നടത്തുക. എങ്കിൽ അതിനിടയ്ക്ക് ഓടി എൻ്റെ കയ്യിൽ നോട്ടീസ് രസീതൊക്കെ ഇരിപ്പുണ്ട് അടുത്ത ദിവസത്തേക്കുള്ള. അതുമായിട്ട് ഞാൻ ഈ ഭാഗത്ത് കുറച്ച് വീടുണ്ട്, അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തായാലും അത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഓടി വന്നിട്ട് ഓടിപ്പോകാം. നമ്മളിപ്പോൾ പലപ്പോഴും പല അമ്പലങ്ങളിൽ പോകുമല്ലോ, നമുക്കൊന്നിനും സമയമില്ല. ഓടി വന്നിട്ട് ഓടിപ്പോകാം. ഒരു മേൽശാന്തിയോട് വന്നിട്ട് പറയും, തിരുമേനി എനിക്ക് പെട്ടെന്ന് പ്രസാദം പെട്ടെന്ന് കിട്ടണം, ഇല്ലെന്നുണ്ടെങ്കിൽ തിരുമേനിയെ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ വായി വന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി നിന്നിട്ട് തിരുമേനി ചീത്ത വിളിക്കുക. അതാണ് നമ്മുടെ സ്വഭാവം. പക്ഷെ അങ്ങനെ അപ്പുറത്തായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അത്ഭുതം കണ്ടതും ഒരു ഗരുഡന്റെ ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ഇവിടെ ചോദിച്ചു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണോ? അപ്പം പറഞ്ഞില്ല, അതിൻ്റെ ചുണ്ടും അതിൻ്റെ കണ്ണും ഒക്കെ ഇങ്ങനെ വന്നിരിക്കണം. അപ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഈ നടുവിലഴികം ഈ ക്ഷേത്രത്തിൽ ഇനിയും കൂടുതൽ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതി, അതുപോലെ നാട്ടിലെ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിന് ഈ നവാഹ യജ്ഞം കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക്, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ അമ്മയുടെ പ്രഭാവം 4 ഭാഗത്തും ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. മംഗളസഭയിൽ അടുത്ത കൊഞ്ചരമുള്ള ക്ഷേത്രത്തിൽ നിന്ന് വരും. ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെത്തുമ്പോൾ ഇത്രയും ദൂരെ നിന്നൊക്കെ എത്തുമ്പോൾ എന്തൊരു സന്തോഷമെന്ന വർക്കലയിൽ നിന്ന് കൊഞ്ചരവളിയിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ വരട്ടെ. എല്ലാ പേർക്കും നമസ്കാരം. ഞാൻ കൊഞ്ചരവള ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അമ്പലത്തിൽ നവരാത്രിക്ക് നവാഹം നടന്നു. അന്ന് വീട്ടിലെ താമ്പൂലം സാറ് ഇത് നിൽക്കുമല്ലോ, എന്നാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തുടങ്ങിയതാണ് സാറിനോടുള്ള ആദരവും സ്നേഹവും. ഞങ്ങളോട് വളരെ നന്നായിട്ട് നടന്നു എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ബാക്കി കേട്ടവരും വന്നവരും സാറും ഒക്കെയാണ് അത് പറയേണ്ടത്. പക്ഷേ സാറ് നിമിത്തം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത്രയും സമയം കൊണ്ട് നടന്നു കഴിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സാറിനോട് പറയുകയാണ്. അന്ന് നിമിത്തം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടില്ല, ഞാൻ അന്ന് ഇവിടെ ഓടി നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടു. അതെല്ലാം കറക്റ്റായിട്ട് നടന്നിരിക്കുന്നു. കഴിഞ്ഞിട്ട് വേണം സാറിനോട് പറയാൻ. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പുരോഗതി ഉണ്ടായി. വലുതായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും നല്ലതായിട്ട് ഓരോന്ന് പടിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇനിയും സാറിനെ കൊണ്ട് ഒരു യജ്ഞം നടത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെറുപ്പമില്ല, 26, 27 ആ സമയത്ത് വെട്ടുള്ളൂ. ഞാൻ ഇങ്ങനെയൊന്നും വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം സാറിൻ്റെ സത്സംഗം കേട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി അമ്പലത്തിലെ 11 മണിയാവും വീട്ടിലെത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കും. ചിലപ്പോൾ ദേഷ്യം വരും, കിട്ടത്തില്ല. എന്നാലും ഈ സാറ് കാണിക്കുന്ന ഒരു അന്യായമേ എന്ന് പറഞ്ഞിട്ട് പഴയത് ഏതെങ്കിലും കാണാം. അപ്പം അങ്ങനെ ഒരു യജ്ഞം. പിന്നെ വേറൊരു കാര്യം, എനിക്കിപ്പോൾ എൻ്റെ ഹരി ഓം. ഹരേ കൃഷ്ണ. ഇനി അവസാനം ഇതിനകത്ത് ഇനി
ഇനി തിരുവല്ലയിൽ നിന്നുള്ള യജ്ഞമാണ് ഇനി അടുത്ത് സംസാരിക്കാനുള്ളത്. പിന്നെ ഒരാളും കൂടി അത് കഴിഞ്ഞാൽ. അപ്പോൾ സാക്ഷാൽ ഭഗവതിക്കാണ് യജ്ഞത്തിന്റെ ദക്ഷിണ എന്ന് സങ്കല്പിച്ച. കാരണം ആചാര്യൻ എന്ന് പറയുന്നതും അതൊക്കെ വെറുതെ നമുക്ക് പേരിന് ആരെങ്കിലുമൊക്കെ വിളിക്കാത്തേ ഉള്ളൂ, അല്ലാതെ ഈ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. സാക്ഷാൽ ഭാഗവതമാണ് പരമമായ ആചാര്യസ്ഥാനത്തുള്ളത്. ആ സാക്ഷാൽ ഭാഗവതത്തിനാണ് നാഗവല്ലി സമന്വിതമായിട്ടുള്ള വെറ്റില ചേർത്ത് ആ ഭാഗവതത്തിനാണ് ദക്ഷിണ എന്ന് പറയുന്നത്. ആ ദക്ഷിണ ഭാഗവതത്തിന് വേണ്ടി ഭാഗവത രൂപിണിയായിരിക്കുന്ന ഭഗവതിക്ക് വേണ്ടി സ്വീകരിച്ച ഹരിവും. മഹാമംഗളേ മഹാസ്വരൂപേ വേദരൂപേ മഹാരൂപേ മഹാദേവി മഹാമയേ മഹാശക്തിസ്വരൂപിണി. ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭാഗവത സ്വരൂപിണിയായ ഭഗവതിയെ മനസ്സിൽ കണ്ട് ഭാഗവതം ഉപാസിക്കുന്ന അവിടെയും വ്യക്തികൾക്കല്ല പ്രാധാന്യം. ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനാണ്, ഭാഗവതം എന്ന് പറയുന്ന സങ്കല്പത്തിനാണ്. ഭാഗവതത്തിന്റെ ദക്ഷിണ സ്വീകരിച്ച് ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. 2 മിനിറ്റ് കൊണ്ട് തിരുവല്ലയിൽ നിന്നുള്ള ആശയം എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ച് 2 വാക്ക് ഹരിയോ. എല്ലാ യജ്ഞങ്ങളിലെയും പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ പിന്നെ അവിടുത്തെ ഭഗവതിക്ക് പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ. പടക്കോസം വള്ളിക്കുന്നം അയ്യോ ശരി. ഒരു ഹരികൃഷ്ണ അവനെല്ലാത്തിലും ഓടിക്കൊണ്ട് നടക്കുന്ന ഹരികൃഷ്ണ. അമ്മേ ശരണം, ദേവി ശരണം. 4-4.5 കൊല്ലമായി ഞങ്ങളുടെ ഈ ജൈത്രയാത്ര തുടങ്ങിയിട്ട്. കൊറോണയാണ് ഞങ്ങളുടെ ഇത്രയും. അങ്ങനെ ഒരു ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടത്തില്ലായിരുന്നു. ഞാനും നമ്മുടെ വീട്ടിലൊരു യജ്ഞം നടത്തി. കന്യാകുമാരി ദേവി സങ്കല്പമായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് നടന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ അറിയുന്ന ഒരു കുഞ്ഞ് ക്ഷേത്രം, അത് നല്ല ചൈതന്യം ആ അമ്മയുടെ ഇത്. അതുപോലെ ഈ ചേച്ചിക്ക് ഇന്നും ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. ചേച്ചിയെ കണ്ടാലറിയാം ഇതിനെല്ലാം ഓടണമല്ലോ. ഇതുപോലെ ഓടിയതാണ് ഞാനും. കുറച്ച് ഇങ്ങനെ നടക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതെല്ലാം ഭംഗിയായിട്ട് നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ഭഗവതി അതെല്ലാം നമുക്ക് സാധിച്ചു തരും. നമ്മുടെ കൂടെ നമ്മുടെ ഗുരുനാഥനുണ്ട്, പറയുന്നല്ലോ നമ്മുടെ മാതാശ്രീ. ചേച്ചിയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മളെപ്പോൾ വിളിച്ചാലും ചേച്ചിയുടെ ആ വിളിയും എല്ലാം ഞങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനത്താണ്. പിന്നെ നമ്മുടെ തിരുമേനി, ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സാറിനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് സാറ് സുനിൽ പറഞ്ഞതുപോലെ ഇത് നവാഹമല്ല, ഇത് നവാഹ യജ്ഞമാണ് സാറിൻ്റെ. അത് ഞാനും പലയിടത്തും കേൾക്കാൻ പോകുന്നു. പക്ഷേ ഈ രീതിയെ അല്ല അവർക്ക്. നമ്മുടെ അമ്പലത്തില് കാര്യം ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം ലക്ഷണം പറഞ്ഞു. ഒരു 4 സ്ത്രീകൾ, ഭരണമായിട്ട് ബന്ധപ്പെട്ട് 4 സ്ത്രീകൾ കുടുംബജീവിതത്തിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. 4 പേരുണ്ട് കറക്റ്റ്. അതുപോലെ ഇന്ന ഭാഗങ്ങൾ ഇന്ന ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഓരോ നാഗർകാവ് ആ രീതി അനുസരിച്ച് ഞാൻ പോവുള്ളൂ. അത് ചിലർക്ക് ഇഷ്ടപ്പെടുത്തില്ല. അപ്പം അതുകൊണ്ടുണ്ടായ കുറേ തർക്കങ്ങളാണ്. അപ്പം ഈ 45 ഞായറാഴ്ച ദിവസം നമ്മൾ കണക്ക് വരിപ്പിക്കുന്നു. തർക്കം അവിടെ വെച്ച് അവസാനിച്ചു, തീർന്നു. അന്നേ ദിവസം വൈകുന്നേരം നേരെ നിരീക്ഷത്തിലെത്തുന്ന വസ്തു നിരോസിൻ വസ്തുവാണ്. അതിൻ്റെ ഉടമസ്ഥൻ നമ്മൾ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ട് നടക്കാനുള്ള സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നമുക്ക് ആ വസ്തു തരാമെന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് 2.5 ലക്ഷം അപ്പോഴും പറഞ്ഞു, സമ്മതിച്ചു. അവിടെ 5 ലക്ഷം രൂപ കണ്ണുടക്കിട്ട്. ഏകദേശം ആദ്യത്തെ കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പം എൻ്റെ ഭാര്യ ഈ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവളിങ്ങനെ വൈകുന്നേരങ്ങളിൽ എന്നത്തെ പോലെ നാമജപവും വിളക്ക് കത്തിയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ആരതി മംഗളാരതി ദേവി സുമംഗലാരതിയോ മംഗള 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 മംഗളാരതി ആരതിയോ ആരതി 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 ആരതി
ആരതി ആരതി ആരതി ആരതി ആരതി ആരതി ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ മംഗളാരതി മംഗളാരതി ഭാരതി ആരതി ആരതിയോ മംഗളാരതി മംഗളാരതി മംഗളാ ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതി മംഗളാരതി മംഗളാരതി ആരതിയോ ആരതി 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 മംഗളാരതി ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതിയോ ആരതി 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 ആരതി